ഹായ് എവരിവൺ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പം ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്? അത് ആസ്വദിക്കാനുള്ള വീഡിയോസ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മളൊക്കെ അതിനെ കുറിച്ച് എടുത്ത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ചുണ്ടില് ചുണ്ട് മുറിഞ്ഞിരിക്കുവാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുണ്ട് മുറിഞ്ഞതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചുണ്ട് മുറിഞ്ഞതിന് എന്തിനു നാക്കിട്ട് ഇതാക്കിയിട്ട് ആൾക്കാരെ കാണിക്കുന്നത്? സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും ഇതാരാണോ പുറത്തു വിട്ടതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഇത് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ചാനലിനകത്ത്. അപ്പൊ അതിൽ ഒരാളായിക്കൂടെ ഇതെടുത്ത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് പുറത്തു വിട്ടത്? അതെല്ലാരും കാണുന്നവരെടുത്ത് റിയാക്ട് ചെയ്യും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ആ ഒരു തെറ്റിനെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അത് നിങ്ങൾക്കറിയാം ശരിക്കും അതിനകത്ത് ആ ചുണ്ട് കൊണ്ട് കാണിക്കുന്ന എന്താണെന്നുള്ളത്, നാക്ക് കൊണ്ട് കാണിക്കുന്ന എന്തുവാണെന്നുള്ളത്. എന്നിട്ട് പിന്നെ ചുണ്ട് പൊട്ടിയിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തുവാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് എന്തുവാ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ ആലോചിക്കും, ചുണ്ട് പൊട്ടിയിരിക്കുന്ന നാക്ക് വെച്ചിട്ട് ഫുള്ള് ഇതാക്കും. എന്തായാലും എനിക്ക് പറയാനുള്ള ഈ സബ്സ്ക്രിപ്ഷൻ ചാനല് ചേച്ചി എന്തിനാ തുടങ്ങിയിരിക്കുന്നത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അന്നേരം സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്തണ്ടേ നിങ്ങൾക്ക്? അതിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ഈ കാശ് ഇവര് മാസം തരുന്നത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാണാനാണല്ലോ. അപ്പൊ നിങ്ങളത് കാണിച്ചില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഓരോന്നോരോന്നായിട്ട് പൊഴിഞ്ഞു പോകും. അപ്പൊ അത് നിങ്ങൾ കാണിച്ചതിന് കുഴപ്പമില്ല, പുറത്തു പോയതിനാണ് ഇപ്പൊ വിഷയം വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ തങ്കച്ചൻ പപ്പ കാണുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ മക്കള് കാണുന്നില്ലേ? ആരും കാണുന്നില്ലേ? ചേച്ചിയുടെ ഭർത്താവ് ഒന്നും കാണുന്നില്ലേ? എനിക്കത് ചോദിക്കാനുള്ളത്. എന്തായാലും കിച്ചു ഇതെന്തായാലും കണ്ടിട്ടുണ്ടാവും, കിച്ചുയുടെ ഫ്രണ്ട്സും കണ്ടിട്ടുണ്ടാവും, അത് കൺഫേം ആണ്. പിന്നെ ശാരിക വന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലൈംഗിക ചുവയുള്ള ഒരു കാര്യങ്ങളും പുള്ളിക്കാരി ചെയ്തിട്ടില്ല, രേണു നല്ലവളാണ്, ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശാരിക അതിനകത്തൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ചത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോ ആ ശാരികയുടെയും ഇതിനെ ന്യായീകരിച്ചു വരുന്നവരുടെയും ഒന്നും പൊടി പോലും കാണത്തില്ല. നാണംകെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെയും ചുണ്ട് പൊട്ടാറുണ്ട്. ഞങ്ങൾ ആരെയും ഇങ്ങനെയൊന്നും കാണിച്ച് വീഡിയോ ഇടുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനേ വരത്തുള്ളൂ, വേറെ ഒരു കുന്തവും തോന്നില്ല നിങ്ങളോട് ആർക്കും. അതിനകത്താണെങ്കിൽ കമന്റ് വന്നിരിക്കുന്ന കണ്ടില്ല, നാവിട്ടൊന്ന് കളിച്ചേന്ന്. എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? എന്റെ പൊന്നളിയാ. പിന്നെ കടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്ത്, അതെന്തായിരുന്നു സംഭവം? അതാരോടാണ് ചോദിച്ചത്? കടിക്കല്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ചുണ്ട് മുറിഞ്ഞിരിക്കുവാണ് കടിക്കല്ലേ എന്ന് പറഞ്ഞ എന്തോ സംഭവം എനിക്കത് കണ്ടപ്പോ പെട്ടെന്ന് തോന്നി, എന്താ പറയാ, നമ്മുടെ മഴത്തുള്ളിക്കിലുക്കത്തിനകത്ത് കൊച്ചിനെ നിഫാനെ ചുണ്ടിങ്ങനെ കടിച്ചിട്ട്, മറ്റേ കുതിര കടിച്ചിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു, അതുപോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് മാത്രമല്ല കേട്ടോ, മിക്കവർക്കും അങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു വീഡിയോന്റെ അടിയിൽ ഒരു നല്ല കമന്റ് എങ്കിലും ഉണ്ടായിരുന്നു, എല്ലാം മോശം കമന്റ് ആയിരുന്നു. ഒരു ബട്ടൺ കൂടി തുറന്നിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം വൃത്തികെട്ട കമന്റ്. ഒരു നല്ല കമന്റ് എങ്കിലും നിങ്ങൾ കണ്ടായിരുന്നു അതിനകത്ത്? ആരെങ്കിലും കമന്റ് ഇട്ടോ, അയ്യോ പാവം ചുണ്ട് പൊട്ടിയിരിക്കുന്ന, എങ്ങനെയാ പൊട്ടിയത്, എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചോ? ശരിക്കും പറഞ്ഞ ഈ ഒരു ചുണ്ട് പൊട്ടിയിരിക്കുക പറഞ്ഞിട്ട് ഈ നാക്കിട്ട് ഇതാക്കിയതും എല്ലാം കൊണ്ടിട്ട് ആൾക്കാരെ പൊട്ടന്മാരാകാൻ, എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ചുണ്ട് പൊട്ടിയിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ പൊട്ടന്മാരാക്കാൻ നോക്കുവാണോ? ആരെയായി പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. ചേച്ചിക്കൊരു ഇതുണ്ട്, എന്താ, ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല, എല്ലാരും മണ്ടന്മാരാണെന്നൊരു ചിന്തയുണ്ട്. അത് വേണ്ട കേട്ടോ, അതൊന്ന് മാറ്റി വെച്ചേക്ക്. ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താണ്, മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, മറ്റേ ഇത് എന്തുകൊണ്ട് പേഴ്സണൽ ആയിട്ട് കാണുന്നതിന് എത്ര റേറ്റ് ആകുമെന്ന് ചോദിക്കുമ്പോൾ മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരി അത് പ്ലേറ്റ് തിരിച്ചിട്ട് പറഞ്ഞ എന്തുവാ, കോഫി കുടിക്കാനോ, ഒന്ന് കാറിലൊരു ഡ്രൈവ് പോകാനോ, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാനോ, ഷേക്ക് കുടിക്കാനോ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് പുള്ളിക്കാരി അന്നേരം ഫ്ലൈറ്റ് മാറ്റിയത്. എന്തായാലും ചേച്ചി പെട്ട്. ഇനി അതിനെ ഇത്ര ന്യായീകരിക്കാൻ പോയിട്ടും കാര്യമില്ല. അവസാനം പുള്ളിക്കാരി ലൈവ് ഇടുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും വിടണം ലൈവ്, എന്നാലേ ശരിയാകത്തുള്ളൂ. ഇനിയും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ രേണുസുതി ആരാണെന്നുള്ളത്. എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും.
എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ആൽബവും എല്ലാം തീർന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അതെല്ലാം ഇതായത് കൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷനിലുണ്ടല്ലോ കണ്ടന്റ് പുള്ളിക്കാരി ഒന്നും നല്ല രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഒരുപാട് പേര് പൊഴിഞ്ഞു പോകും. ഒത്തിരി പേര് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞു ഇപ്പൊ ആൾക്കാർ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവായിട്ട് ആ ആൾക്കാരെയൊക്കെ തിരിച്ചു പിടിക്കണ്ടേ, അതിനുള്ള വഴിയാണത്. ഹൻസികയുടെ വീഡിയോ തന്നെ കണ്ടില്ലേ, ഒറ്റ വീഡിയോ കൊണ്ട് ഭയങ്കരമായിട്ട് വിവാദമായി. അതിന് ഇരട്ടി, നേരത്തെ ഉണ്ടായതിനേക്കാളും ഇരട്ടി കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തു ഹൻസികയ്ക്ക്. ഒരു മാസം ലക്ഷങ്ങളല്ലേ വരുമാനം, വെറുതെ കളയാൻ പറ്റുമോ? അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും സംതൃപ്തിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരണം, അതിനുള്ള വഴിയാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ചുണ്ടിന്റെ കാര്യം. ഓക്കെ, ചുണ്ട് മുറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അത് മാറ്റി വെക്കാം. ഈ കാലിൽ ഇങ്ങനെ ജെല്ലൊക്കെ ഇട്ടൊരു സംഭവം, ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു സംഭവം? അത് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ കണ്ടതാണ്. അതെന്താണ് സംഭവം? അതിനെന്താണെന്നും പറയാനില്ലേ? കാലിലൊക്കെ പിന്നെ തൈലോ പിന്നെ ജെല്ലോ എന്തൊക്കെ എടുത്ത് തേക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനൊന്നും പറയാനില്ലേ? അതൊക്കെ എന്തിനാ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടോണ്ടാണ് നിൽക്കാൻ വയ്യ ഈ സബ്സ്ക്രിപ്ഷനിൽ. എന്തുവാണ്, ചെറിയ കുട്ടിപ്പാവാടയും കുട്ടി ബ്ലൗസും ഇട്ടോണ്ടാണ് സബ്സ്ക്രിപ്ഷനൊക്കെ വന്നിരിക്കുന്നത്. പിന്നെന്തിനാണ് സബ്സ്ക്രിപ്ഷൻ, അല്ലേ? അതായിരിക്കും എല്ലാവരുടെയും ചിന്ത. അല്ല, ഇത്രയും കുറ്റി ഇറുകി പിടിക്കുന്ന സാധനമൊക്കെ എങ്ങനെ തയ്പ്പിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കട്ടിലിൽ അങ്ങോട്ട് കിടന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ മൊബൈൽ വെച്ച് കറക്കുവാണ്. സത്യം പറഞ്ഞാൽ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് വെളിയിൽ പോകുന്നുള്ള കാര്യം. ഇതിനകത്ത് വന്ന വിഷയമായ ഒരു കാര്യം എന്ന് പറഞ്ഞ കമന്റ്സ്. എന്റെ പൊന്നളെ, ഒരു രക്ഷയില്ലാത്ത കമന്റ്സ് ആയിരുന്നു അതിന്റെ അടിയിൽ വന്നത്. പോട്ടെ, ഇതെല്ലാം രേണു ചേച്ചി കാണിച്ചതെല്ലാം ഓക്കെ, അതെല്ലാം വിട്ടേക്ക. ഈ കമന്റ്സ്, ഇങ്ങനെയുള്ള വൃത്തികെട്ട കമന്റ്സ് ഒക്കെ വരുമ്പോ എന്തുകൊണ്ട് രേണു പ്രതികരിച്ചില്ല? പോടാ മാറി എന്ന് പറഞ്ഞില്ല? പറയാലോ, എന്താണ് ഇങ്ങനത്തെ തോന്നിയാസം ഒന്നും പറയരുത്, നിനക്ക് എന്താടാ പട്ടി, ഇത് എന്തൊക്കെ ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ വൃത്തികെട്ട രീതിയിൽ കമന്റ്സ് വരുമ്പോൾ നല്ല ശരിക്കും ആട്ടിപ്പായിക്കാത്ത എന്തുകൊണ്ട്? രേണു ചേച്ചി തന്നെ പറഞ്ഞു, മോശമായിട്ടൊന്നും അല്ല ഇട്ടത്, ഞാൻ നല്ല രീതിയിലാണ്, മാന്യമായിട്ടാണ് ആ വീഡിയോ ഇട്ടതെന്ന് പറയുന്നത്. പോട്ടെ, മാന്യമായിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ എന്തുകൊണ്ട് ഈ കമന്റ്സിനെ ഒന്നും പ്രതികരിച്ചില്ല? എന്തായാലും കമന്റ്സ് ഒക്കെ രേണു ചേച്ചി വായിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ കരിഷ്മയുടെ കാര്യം, ഇപ്പൊ കരിഷ്മ ആകെ നാണം കെട്ടിയിരിക്കുവാണ്. കാര്യം, കരിഷ്മ ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധിയുടെ മാനേജർ. കാര്യം, ഇതിന് മുന്നേ മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി, എന്തെങ്കിലും വിഷയം, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, റൈറ്റിന്റെ കാര്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണല്ലോ രേണു മെസ്സേജ് അയച്ചത്. അപ്പൊ അതുകൊണ്ട് കരിഷ്മയുടെ ഇൻബോക്സ് ഫുള്ളായി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി പേരാണ് കരിഷ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നത്, എത്രയാ റേറ്റ് എന്ന് ചോദിച്ചു. ദൈവത്തെ ഓർത്ത് ഇതുമാതിരി ഉടായ്പ പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ ഒന്നും ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ നോക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൈവിട്ട് പോയി ചേച്ചി, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചേച്ചി കൊണ്ടുപോയി കേസ് കൊടുത്തെന്ന് ഓർത്തോ, നമ്മൾ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെതിരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കേസ് കൊടുത്തെന്ന് ഓർത്തോ, ഇപ്പൊ ഈ പറഞ്ഞ ലൈവ് വീഡിയോ കണ്ടിട്ട് വീഡിയോ ചെയ്തു അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ വല്ല എന്തെങ്കിലും എന്നെ കുറിച്ച് അപരാധം പറഞ്ഞുണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താൽ ഇത് കാണുന്ന ഓഫീസർമാരുണ്ടല്ലോ, പോലീസുകാര്, ഓഫീസർമാർക്ക് മനസ്സിലാകത്തില്ലേ? ബോധമില്ല ആ സാറന്മാർക്ക്. ഇതെന്തുദ്ദേശത്തിലെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്, ഈ ലൈവ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഈ പറഞ്ഞതിൽ എന്തോ തെറ്റുള്ളത്? പിന്നെ നിങ്ങൾ ചെയ്യുന്ന ആൽബത്തിലോ ഒരു ഇതിലും ഒരു ഡിസ്ക്ലൈമറും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് ലൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ചാനൽ കയറുന്നവർ കൂടി ചേച്ചിക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ അവര് തന്നെ നൈസായിട്ട് എടുത്ത് ഈ വീഡിയോസ് ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് പബ്ലിക് ആക്കും. അതുകൊണ്ട് ഈ സംഭവം നിർത്തിപ്പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇനിയും നാറത്തേ ഉള്ളൂ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആൽബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയാൽ പോരായിരുന്നു. ഈ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങി വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ പറയിപ്പിക്കണം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.